കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വെള്ള ധരിച്ച് എന്നോടുകൂടി നടക്കും, വെള്ള വസ്ത്രം. 22:14 ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. യെശയ്യാവിൻ്റെ പുസ്തകം 61-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഭാഗം വായിക്കുമ്പോൾ രക്ഷാവസ്ത്രത്തെക്കുറിച്ച് കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. ഇത് തന്നെയാണ് നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുന്നത്: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അതിനോട് ബന്ധപ്പെട്ടാണ് ഇവിടെ പറഞ്ഞത്, ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. സ്തോത്രം. എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങൾ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. സ്തോത്രം. റോമാലേഖനം 10:9 യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. രക്ഷാവസ്ത്രം ധരിപ്പിക്കുന്നു. അപ്പോൾ രക്ഷാനിർണയം പ്രാപിച്ച വ്യക്തികൾക്ക് കൊടുക്കുന്നതാണ് ഈ നീതി എന്ന അങ്കി. സ്തോത്രം. രക്ഷാനിർണയം പ്രാപിച്ച വ്യക്തികൾ നീതി പ്രവർത്തിക്കുന്നവരായിരിക്കണം. അതാണ് നീതി എന്ന അങ്കി അവരെ ഇടിവിച്ചിരിക്കുന്നു. സ്തോത്രം. 1 യോഹന്നാൻ 3:7 കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആരും നമ്മെ തെറ്റിക്കുവാനിടയാകരുത്, നമ്മൾ തെറ്റിപ്പോകരുത്. കർത്താവ് യേശു നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു എന്ന് കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അപ്പൻ തൻ്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ, ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടിവിപ്പിൻ. ഇവിടെ നഷ്ടപ്പെട്ട മകനെ കണ്ടുകിട്ടിയപ്പോൾ അപ്പൻ ആനന്ദിച്ച ഒരു സന്ദർഭമാണ് നമുക്ക് കാണുന്നത്. സാധാരണ എല്ലാവരും പറയും മുടിയനായ പുത്രൻ മടങ്ങുമെന്ന ഭാഗം. ആ ഭാഗമാണ്. എങ്കിൽ നഷ്ടപ്പെട്ടു പോയ മകനെ കണ്ടുകിട്ടിയപ്പോൾ അപ്പൻ ആനന്ദിച്ച ഒരു സന്ദർഭമാണ് ഇവിടെ നമുക്ക് കാണുവാനായിടയായിട്ടുന്നത്. പറയുന്ന ദാസൻ വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. 1. അപ്പോൾ പ്രിയമുള്ളവരെ, രക്ഷാവസ്ത്രം അല്ലെങ്കിൽ നീതി എന്ന അങ്കി 1. 2. യെശയ്യാവിൻ്റെ പുസ്തകം 61-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. സ്തോത്രം.
2, സ്തുതി എന്ന മേലാട. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവനെ അയച്ചിരിക്കുന്നു. ആകയാൽ ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം എപ്പോഴും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. അതാണ് സ്തുതി എന്ന മേലാട എന്ന് പറയുന്നത്. ദൈവത്തെ നാം സ്തുതിക്കുന്നവരായിരിക്കണം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം തന്നെയാണ്. ഹല്ലേലൂയ. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്കെതിരെ വരുന്ന ശത്രു പരാജയപ്പെടുവാനിടയായിത്തീരും. 1, മാത്രമല്ല നമ്മെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ സ്തുതിയിലൂടെ അഴിഞ്ഞു മാറുവാനായിടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ നാം നമ്മുടെ ദൈവത്തെ എല്ലായ്പ്പോഴും സ്തുതിക്കുന്നവരായിരിക്കണം. എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നവരായിരിക്കണം. സ്തുതിക്കുന്നത് കൊണ്ടുള്ള ഗുണം 1, നമുക്കെതിരെ വരുന്ന ശത്രു പരാജയപ്പെടുവാനായിടയായിത്തീരും. 2, സ്തുതിക്കുന്നതിലൂടെ നമ്മെ ശത്രു ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ നമ്മിൽ നിന്നും അഴിഞ്ഞു മാറുവാനായിടയായിത്തീരും. അപ്പോൾ സ്തുതിക്ക് അത്രമാത്രം ശക്തിയുണ്ട് എന്ന് ഞാനും നിങ്ങളും മറന്നു കളയരുത്. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ ഭാഗം വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ഹല്ലേലൂയ. അപ്പോൾ അവൾക്ക്, ആർക്കാണ്? മണവാട്ടി സഭയ്ക്ക്. മണവാളൻ കൊടുത്ത അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധൻ തന്നെ ഇനിയും എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കട്ടെ എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്തു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവായ യേശു നീതിമാനായി കാണുവാനായിടയായി തീർന്നു. ഹല്ലേലൂയ. നാമും നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ നമ്മെയും ദൈവം നീതിമാനായി കാണുന്നതായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാനായിടയായിത്തീരും. നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് നിറവേറ്റി തരിക തന്നെ ചെയ്യും. ആമേൻ. വേർഭാഗത്ത് പറയുന്നത്, നീതിമാന്റെ പ്രാർത്ഥന ദൈവം വളരെ ശ്രദ്ധയോട് കേൾക്കുകയാണ്. ആമേൻ, ആമേൻ. അപ്പോൾ നീതിമാന്റെ പ്രാർത്ഥന, ദൈവഭക്തനായിരുന്ന് ദൈവ ഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്ന സർവശക്തനായ ദൈവമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം നീതി പ്രവർത്തിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുക തന്നെ ചെയ്യും. ഒരു നീതിമാനായ വ്യക്തിക്ക് വിരോധമായിട്ട് ആര് എഴുന്നേറ്റാലും, ആർ എന്ത് തന്നെ ആ നീതിമാന് വിരോധമായി പ്രവർത്തിച്ചാലും, അവനൊടുവിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ പരാജയപ്പെടുവാനായിടയായിത്തീരും. കാരണം നീതിമാനായ മനുഷ്യനോട് നമ്മുടെ കർത്താവായ യേശു ഉണ്ട്. നീതിമാനായ മനുഷ്യനോട് സ്വർഗസ്ഥനായ പിതാവായ ദൈവം എല്ലാ കാലത്തും ഉണ്ട്. നീതിമാനായ മനുഷ്യനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലായ്പ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. ആകയാൽ സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം നീതി മാത്രം പ്രവർത്തിച്ചു കൊണ്ടുപോകുക. അതാണ് വെളിപ്പാട് പുസ്തകം അവസാനം എഴുതി നിർത്തുന്നത്. വിശുദ്ധൻ തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ.
ആമേ സ്തോത്രം. നീതിമാൻ തന്നെത്താൻ നീതീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു എന്നാണ് കർത്താവ് പറയുവാനിടയാത്തത്. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തർക്ക് അവരവരുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കർത്താവിൻ്റെ പക്കലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒന്ന് കർത്താവ് നമുക്ക് രക്ഷാവസ്ത്രം ആമയെ ധരിപ്പിച്ച് നീതി എന്ന അങ്കി കർത്താവ് തരിക തന്നെ ചെയ്യും. ആമേനമേ. രണ്ടാമതായിട്ട് ആമേ സ്തുതി എന്ന മേലാട, ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ആമേ വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാണ് ആമേന വിശേഷ വസ്ത്രമെന്ന് പറയുന്നത്. ആകയാൽ സ്തോത്രം, നമ്മുടെ കർത്താവിനോട് പറ്റി നിന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവ സാന്നിധ്യം നമ്മൾ ധാരാളം അനുഭവിച്ചുകൊണ്ട് ദൈവകൃപയെ ശരണം പ്രാപിച്ചുകൊണ്ട് വിശ്വസ്തയോടെ നമുക്ക് അനുദിനം മുന്നേറാം. ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് അതെ ആ രക്ഷാ നിർണയം ഞങ്ങൾക്ക് അങ്ങ് സൗജന്യമായി നൽകുവാനായിടയായിത്തുന്നു. ഞങ്ങളുടെ മേൽ അങ്ങ് അതേ നീതിയുടെ അങ്കി ഇടിവിച്ചിരിക്കുകയാണല്ലോ കർത്താവേ. ആകയാൽ ഞങ്ങൾ നീതി പ്രവർത്തിച്ചുകൊണ്ട് നേരോടെ തന്നെ മുന്നോട്ട് പോകുവാൻ കർത്താവിന് വരവിന് വേണ്ടി എല്ലായ്പ്പോഴും ഒരുങ്ങി കാത്തിരിക്കുന്നവരായിരിക്കാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കും സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.